അതായത് ആർട്ടിക്കിൾ 20 കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഒരു പ്രസക്തിയിലോ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നിരിക്കട്ടെ, അതിന്റെ തെളിവ് വരുന്ന ഉദ്യോഗസ്ഥനോട് പറയാനുള്ള യാതൊരു ബാധ്യതയും നിനക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തല്ലി പറയിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അതായത് ക്രിമിനൽ ഓർഗനൈസർ ഗുണ്ടാസിനെ കൊണ്ട് പണപ്പിരിവ് നടത്തുക, ബാക്കി കാര്യങ്ങൾ അടിച്ചമർത്തുക, ഇതിനുവേണ്ടിയാണ് ഇവിടുത്തെ പോലീസിങ്ങും മറ്റുള്ള സംവിധാനം ഉപയോഗിക്കുന്നത്. കാര്യം ജനങ്ങൾ ആ രീതി ഇവിടെ ടേംഡാണ്. ഇതിന് ഉദാഹരണം, കഴിഞ്ഞ ആഴ്ച അടുത്ത കാലത്ത് തൃശ്ശൂരിലെ കുറെ ഗുണ്ടകള് പോലീസുകാരെ തല്ലിയായിരുന്നു. അപ്പം ധീരമായിട്ടൊരു പോലീസ് ഓഫീസർ അവിടെ നിന്ന് പറയുന്ന കേട്ടു, ഗുണ്ടകളുടെ പണി ചെയ്തു, പോലീസിന്റെ പണി ചെയ്യുന്നു. ഗുണ്ട പണി ചെയ്യാനല്ല പോലീസ്, അവന്മാരെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തോ ലീഗലി ബലം പ്രയോഗിച്ചോ കൊണ്ടുവന്നിട്ട് അവരെ ബോധവൽക്കരണമാണ് നടത്തുന്നത്. ഒരു കൊല ചെയ്തവന് ശരിക്കും പറയാൻ ജയിലെന്നൊരു സാധനം പോലും ഇപ്പൊ ഇല്ല. ഇതനുസരിച്ച് UN കോൺട്രാക്ട് അനുസരിച്ച്, യുണൈറ്റഡ് നേഷൻസിന്റെ ആർട്ടിക്കിൾ അനുസരിച്ച് ട്രാൻസ്ഫോർമേഷൻ സെന്ററാണ്. ജയിലുണ്ടാക്കി ബ്രിട്ടീഷുകാരനാണ് അവനെ അടിമയാക്കിയിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ജയിൽ.